ومن أخلاقهم رضي الله تعالى عنهم പരിശുദ്ധന്മാരായ മഹാന്മാരുടെ സ്വഭാവ ഗുണങ്ങൾ. ഇക്റാമുൽ ദൈഫി, വിരുന്നുകാർ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അവർ ആദരിക്കും. അതുപോലെ സ്വഭാവം അങ്ങനെയുള്ള വേണ്ടതും. ഖിദ്മത്തുഹു, വിരുന്നുകാർക്ക് വേണ്ട സേവനം അവർ ചെയ്തു കൊടുക്കും. ബി അൻഫുസിഹിം, അവർ തന്നെ ചെയ്തു കൊടുക്കും, അവർ ആരും ഉണ്ടാവില്ല. ഇല്ലാ ബി ഉദ്രിൻ ശർഈൻ, ശർഈയായ കാരണം കൊണ്ടല്ലാതെ. അപ്പൊ ശർഈയ വല്ല കാരണം ഉണ്ടെങ്കിൽ മാറി നിൽക്കും, ഇല്ലെങ്കിൽ ഓലെന്ത് ചെയ്യും? ശർഈയ നിയമപ്രകാരം തന്നെ അവർക്ക് ഖിദ്മത്ത് ചെയ്തും ഇക്റാം ഉണ്ടാവും. സുമ്മ ലാ യറൗന, പിന്നെ ഈ മഹാന്മാരൊന്നും അഭിപ്രായപ്പെടുന്നില്ല. എന്ത്? അന്നകം, നിശ്ചയമായിട്ടും ഈ മഹാന്മാര് കാഫഊഹു, അവരെന്തായി വിരുന്നുകാരോട് വേണ്ടതുപോലൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കുന്ന അഭിപ്രായം നോൽക്കില്ല. എങ്ങനെ? ബി ഇത്ആമിഹി, അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ഖിദ്മത്തിഹി, അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുത്തു. അതുകൊണ്ടൊക്കെ ഈ വിരുന്നുകാർക്ക് വേണ്ടതോളം ചെയ്തു കൊടുത്തുന്ന അഭിപ്രായം ഓരോരുത്തുണ്ടാവില്ല. എന്തിനേക്കാൾ ഒരു കാണുന്നില്ല ലാ തഖ്സീസിഹി ഇയ്യാഹും, വിരുന്നുകാര് ഈ പറയുന്ന മഹാന്മാരെന്താണ് പ്രത്യേകമാക്കുക? ബിൽ ഇഖാമത്തി ഇൻദഹും, അവരുടെ അടുത്ത് തന്നെ താമസിക്കണം എന്നതുകൊണ്ട്. അല്ലെങ്കിൽ ഇഹ്സാനിഹി വന്നബിഹിം, ഈ പറയുന്ന വിരുന്നുകാരൻ ഈ മഹാന്മാരെ കൊണ്ട് നല്ലൊരു ധാരണ വെക്കണം എന്നതുകൊണ്ട്. വഅദ്മി ഇത്തിഖാദി ഫീഹിമുൽ ബുഖ്ല, ഈ മഹാന്മാരിൽ ലുബ്ധത ഇല്ല എന്നൊരു വിശ്വാസം അവർക്ക് വരുത്തുക. അങ്ങനെ ലുബ്ധതയുണ്ട് എന്നവർ വിശ്വസിക്കുന്നില്ല എന്നതുകൊണ്ടോ, നല്ലൊരു വിചാരം അവർ വെക്കണം എന്നതുകൊണ്ടോ, അവരുടെ അടുത്ത് തന്നെ താമസിക്കണം എന്നതുകൊണ്ടോ ഇദ്ദേഹം അവരെ തെരഞ്ഞെടുത്ത് പ്രത്യേകമാക്കണം എന്നൊരു കാര്യത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് വേണ്ടതായിരിക്കുന്ന എല്ലാതും ചെയ്തു കൊടുത്തു പൂർത്തീകരിച്ചതിന്റെ അഭിപ്രായം ഈ മഹാന്മാർക്കില്ല എന്നൊരു നോക്കണില്ല. വഖദ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്ദിമുൽ ലൈഫ ബിനഫ്സിഹി, വിരുന്നുകാർ വന്നാൽ ആ വിരുന്നുകാർക്ക് വേണ്ട സേവനങ്ങൾ സ്വന്തം തന്നെ നബി തങ്ങൾ ചെയ്തിരുന്നു. അവർ മാതൃക അവരും ചെയ്യുന്നു. ഗദാലിക അസ്ഹാബു അത്ബാഉ റളിയല്ലാഹു അൻഹും, നബി മാത്രമല്ല മുത്തുനബിനോട് പിന്തുടർന്നു വന്ന എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ്, സ്വഹാബത്തും അങ്ങനെ തന്നെ ചെയ്തിരുന്നത്. അപ്പൊ വിരുന്നുകാർ വന്നാൽ നമ്മളോട് ഒഴിഞ്ഞു അവരെ കൊണ്ട് പഠിപ്പിക്കല്ല. അവർ നമ്മൾ ആദരിക്കപ്പെടേണ്ട ആൾക്കാരാണ്. അവർക്ക് വേണ്ട സേവനം ചെയ്തു കൊടുക്കണം. അത് സ്വന്തമായി തന്നെ ചെയ്ത് കാണിച്ചത് നബിയും സ്വഹാബത്തും താബിയും ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. നോക്കൂ, ഒരു ഉദാഹരണം പറയാം. വലമ്മ ഖദിമ വഫ്തുൻ നജ്ജാശി അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബിന്റെ അടുത്തേക്ക് നജ്ജാശി സംഘം വന്നു കഴിഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ലം യുമക്കിൻ അഹദൻ യഖ്ദിമുഹും ഗൈറ, മുത്തനബി തങ്ങൾ അല്ലാതെ മറ്റൊരാൾക്കും ഈ പറയുന്ന സംഘത്തിന് സേവനം ചെയ്തു കൊടുക്കാൻ നബി സൗകര്യപ്പെടുത്തി കൊടുത്തില്ല. എല്ലാതും ചെയ്തു കൊടുത്ത മുത്തുനബി തങ്ങളാണ്. എന്നിട്ട് വഖാല, നബി തങ്ങൾ അങ്ങനെ ചെയ്തു കൊടുത്തിട്ട് പറയുന്നു, ഇന്നഹും കാനൂലി അസ്ഹാബിന മുക്രിമീന വഅന ഉരീദു അൻ ഉകാഫിഅഹും അലാ ദാലിക. ആണോ? കാരണം മറ്റൊന്നുമല്ല, നബി തങ്ങൾ പറയുന്നു, ഈ നജ്ജാശി എത്തോപ്യക്കാര് അവരെല്ലാവരും നമ്മുടെ അസ്ഹാബിനെ ആദരിച്ചവരായിരുന്നു. ഇവിടെ പ്രയാസങ്ങൾ സഹിച്ചപ്പോ അങ്ങോട്ട് ചെന്നപ്പോ ഈ നജ്ജാശി രാജാവ് നമ്മുടെ അണികളെ സ്വീകരിച്ചു. ആ അണികളൊന്ന് മാറ്റിപ്പിടിക്കാനും നാടുകടത്താനും തിരിച്ചു കിട്ടാനും വേണ്ടിയിട്ട് കിങ്കരന്മാരായ കുറേശ്ശികൾ ചെന്നു. ഓരോ ഹദികളും മറ്റുള്ളവർക്ക് തട്ടിമാറ്റി നബിന്റെ സ്വഹാബത്തിനെ സ്വീകരിച്ച മഹാനാണ് നജ്ജാശി രാജാവ് സംഘം. അതുകൊണ്ട് നമ്മൾ അന ഒരീതു അനുക്കാവ്യവും അനാദാരിക്ക, അതിന്റെ മേൽ നമ്മൾ അവരോട് വേണ്ടതുപോലെ പെരുമാറാനും അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാനും ഞാനിതാ ഉദ്ദേശിച്ചിരിക്കുന്നു. കണ്ടോ, മുത്തുനബി തങ്ങൾ ആദരിച്ച രീതി, നബി തങ്ങൾ ചെയ്ത രീതി, ഇതാണ് നമ്മുടെ മാതൃക. വകാന സലഫു യഅദ്ദൂന ലൈലത്തുൽ ലൈഫി കഅന്നഹ ലൈലത്തു ഈദിൻ. ഇങ്ങനെയാണ് ഓരോരുത്തർ കണ്ടത്. ചില ആൾക്കാർക്ക് വീട്ടുകാർ വിരുന്നിന് വരുന്നത് ഭയങ്കര പ്രശ്നമാണ്. വന്നല്ല 10 ദിവസം കയ്യിലില്ല, എന്ത് കാട്ടും, വരാൻ കണ്ട നേരം ആകെപ്പാട് അങ്കനാപ്പ്. അങ്ങനെയല്ല, മഹാന്മാരായ പൂർവികന്മാര് കണ്ടത് വിരുന്നുകാർ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ രാത്രി അവർ എണ്ണിയിരുന്നത് ഏതുപോലെയാണ്? ഒരു ഉത്സവരാത്രിയെ പോലെ, ഉത്സവം തന്നെ പെരുന്നാൾ രാത്രിയെ പോലെ കണ്ടിരുന്നു. എന്താ പെരുന്നാൾ രാത്രിയെ പോലെ കാണാൻ കാരണം? ലിമാ യഹ്സുലുഹും മിനസ്സുറൂരി, ഈ വീട്ടുകാർക്ക് എല്ലാവർക്കും വിരുന്നുകാർ വന്നപ്പോ സലഫുസാലിഹ്യങ്ങൾക്ക്
വിരുന്നുകാർ വീട്ടിലേക്ക് എത്തിയപ്പോൾ അന്നത്തെ രാത്രി വല്ലാത്തൊരു സന്തോഷമാണ്. ആ സന്തോഷം പെരുന്നാൾ രാത്രിയിൽ ഉണ്ടാകും എന്നതുപോലെയാണ്. പെരുന്നാൾ രാവാണ് കഴിഞ്ഞാൽ സ്ത്രീകൾ മൈലാഞ്ചി ഇടാനും നമ്മൾ മാംസം വാങ്ങാനും അതുപോലെ പല വിഭവങ്ങൾ ഉണ്ടാക്കാനും വസ്ത്രങ്ങളും സുഗന്ധങ്ങളും എല്ലാം ഉണ്ടാക്കിയ ഒരു സന്തോഷ രാത്രിയല്ലേ എന്നതുപോലെയാണ് വിരുന്നുകാർ വരുന്ന രാത്രി കണ്ടത്. അങ്ങനെ കാണണം നമ്മള്. വകാന അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു തആല അൻഹു യഖൂൽ, ബഹുമാനപ്പെട്ടവര് പറയുമായിരുന്നു വിരുന്നുകാരുടെ കാര്യത്തിൽ. എന്താ പറയുന്നത്? ലഅൻ അജ്മഅ നഫറൻ മിന സ്വഹാബി അലാ തുആമി, ഞാൻ കഴിക്കുന്ന ഭക്ഷണമുണ്ട്, ഈ ഭക്ഷണത്തിന്റെ മേൽ എന്റെ കൂട്ടുകാരിൽ ഒരു സംഘത്തെ ഞാൻ ഒരുമിച്ച് കൂട്ടുന്നു എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ ചെയ്യല് അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും പ്രിയമുള്ളതാണ് എന്നിലേക്ക്. മിൻ ഇത്ഖി റഖബത്തിൻ, ഒരടിമയെ വാങ്ങിയിട്ട് മോചിപ്പിക്കൽ ഏറ്റവും പുണ്യമാണല്ലോ, അതിനേക്കാൾ പുണ്യമായിട്ട് കാണുന്നത് എന്റെ കൂടെ ഒരു സംഘം വന്ന് വിരുന്നുകാരൊക്കെ കൂടി ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് സന്തോഷമാണ്. അത്ര പ്രിയമാണ് ഇസ്ലാമിൽ വിരുന്നുകാർക്ക്. വകാന അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു യഖൂൽ, എന്നാൽ മഹാന്റെ വീക്ഷണത്തിൽ എന്ത് പറയുന്നു നോക്കാം. മഹാനവർ പറയുന്നു സകാത്തുദ്ദാരി അയ്യജ്അല ഫീഹാ ബൈതൽ ലിയാഫത്തി എന്ന് കാണാം. എന്താ മഹാൻ പറഞ്ഞത്? ഒരു വീട്ടുകാരൻ ഒരു വീടുണ്ടാക്കുമ്പോൾ പ്രൈവറ്റായിട്ട് റൂം പ്രത്യേകം ഉണ്ടാക്കി വെക്കേണ്ടതുണ്ട്. അതെന്തിനാണ്? തന്റെ വീട്ടിൽ വിരുന്നുകാർ വരും, അപ്പൊ ആ വിരുന്നുകാർക്ക് സുഖമായി കിടന്നുറങ്ങുവാൻ ഒരു വീടുണ്ടാക്കണം. അങ്ങനെ ആക്കി വെക്കല്, ഒരു വീട് റൂം ഉണ്ടാക്കി വെക്കൽ എന്താണ്? ആ വീടിന്റെ സക്കാത്താണ്. മുതലിന്റെ സക്കാത്ത് പോലല്ല ഈ സക്കാത്ത്. ഈ വീടിന്റെ സക്കാത്തിന്റെ ശുദ്ധീകരണമാണ് അർത്ഥം. അപ്പൊ ആ വീട് ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഒന്ന് എന്താണ്? ഒരു വീട് വിരുന്നുകാർക്കായിട്ട് ഉണ്ടാക്കി വെക്ക റൂം. അത് നല്ല കാര്യമാണ്. അപ്പൊ വിരുന്നുകാർ വരുമ്പോൾ ഓർക്ക് റൂമിന് കൊടുത്താൽ ഗസ്റ്റുകൾ, അപ്പൊ ഗസ്റ്റിനുള്ള റൂം എന്നൊക്കെ പറയുമല്ലോ നമ്മൾ ഇംഗ്ലീഷിൽ, ഗസ്റ്റ് റൂം. അപ്പൊ ആ റൂം ഗസ്റ്റാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കൽ നല്ലതാ. വകാന ബക്കർ ബിനു അബ്ദില്ലാഹിൽ മുസിനി റഹിമഹുല്ലാഹു തആല, മഹാനവറുകളായിരുന്നു. എന്തായിരുന്നു? യുത്ഇമുൽ ലൈഫ, വിരുന്നുകാരൻ വന്നാൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. സുമ്മ യകുസു ഇദാ അറാദൽ ഇൻസിറാഫ, വിരുന്നുകാരൻ വീട്ടിൽ നിന്ന് പോകാൻ ഉദ്ദേശിച്ചാലോ അപ്പൊ വിരുന്നുകാരന് വസ്ത്രവും കൊടുക്കും. രണ്ടു കാര്യം ചെയ്യും. അത്രത്തോളം ഇഷ്ടം വെച്ചവരായിരുന്നു ബഹുമാനപ്പെട്ടവർ. അപ്പൊ അയിമ്മത്തുകൾ, അസ്ഹാബുകൾ, നബിമാർ ഇതൊക്കെ ഇഷ്ടപ്പെട്ടതാ. എന്നിട്ട് വയഖൂലു, മഹാനായ ബക്കർ തങ്ങൾ പറയുന്നു, ഇന്ന ഫളല ഇജാബത്തിഹി ഇലാ തുആമി, ഞാൻ എന്റെ വീട്ടിലുള്ള ഭക്ഷണത്തിലേക്ക് അവരെ വിളിച്ചപ്പോ അദ്ദേഹം നൽകിയ ഉത്തരത്തിന്റെ ശ്രേഷ്ഠത അതാണ് ഏറ്റവും വലുത്. മിമ്മ സനഅതുഹു അന മഅഹു, ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ എന്തൊക്കെ ചെയ്തു കൊടുത്തു, ആ ചെയ്തു കൊടുത്തതിനേക്കാളും ഞാൻ ഭക്ഷണം കൊടുത്തു, വസ്ത്രം കൊടുത്തു, അതിന് കൂലിയുണ്ട്. പക്ഷെ അതിനേക്കാൾ ഏറ്റവും കൂലിയും പ്രാധാന്യവും എന്തിനാ? ഞാൻ എന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചപ്പോ വന്നല്ലോ, അതിനാണ്. അതാണ് പ്രാമുഖ്യം. വഖദ് കാനത്ത് കുഞ്ഞത്തു ഇബ്രാഹിമ അൽ ഖലീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഒരു ഓമനപ്പേരുണ്ടായിരുന്നു. എന്താ ഓമനപ്പേര്? അബല്ലീഫാൻ. അബല്ലീഫാൻ, വിരുന്നുകാരെ സൽക്കരിക്കുന്ന പിതാവ് എന്നർത്ഥം വന്നിരുന്നു. എന്തുകൊണ്ടാണത്? ലികൗനിഹി, മഹാനവറുകളായതുകൊണ്ട്. കാന യദ്ഹബു, മഹാനവറുകൾ പോകും അൽ മൈലൈനി, 2 മൈൽ നടന്നു പോകും. എവിടേക്ക്? ലൈഫി, വിരുന്നുകാരെ തെരഞ്ഞു പോവുകയാണ്. എന്തിന്? ലിയഇതിയ ബിഹി ഇലാ മൻസിലിഹി, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വീട്ടിലേക്ക് ആ വിരുന്നുകാരെ തേടിപ്പിടിച്ച് കൊണ്ടുവരാൻ 2 മൈൽ സഞ്ചരിച്ചു പോകുമായിരുന്നു. അത്രത്തോളം വിരുന്നുകാരോട് പ്രിയമുള്ള ആളായിരുന്നു. വിരുന്നുകാരെ വിരുന്നൂട്ടുന്ന ആളായിരുന്നു. അങ്ങനെ ഊട്ടി 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 വന്നപ്പോ മൂപ്പർക്ക് പേരെന്തുണ്ടായി? അബല്ലീഫാൻ എന്ന് പേര് വെക്കേണ്ടി വന്നു. അത്രത്തോളം ഒരു ഓമന പേര് ലഭിക്കണമെങ്കിൽ എത്ര ഇഷ്ടപ്പെട്ട ആളായിരിക്കണം. അപ്പൊ ഇവർക്കുള്ള സ്ഥാനം എത്ര മനസ്സിലായല്ലോ. നോക്കൂ, മഹദി ആയിഷത്തു റളിയല്ലാഹു തആല അൻഹാ തഖൂൽ, മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ലൈസ മിന സറഫി, സറഫ് ഷറഫല്ല, സറഫ് അത്തബസ്സുതു ലില്ലൈഫി ഫി തുആം, ഭക്ഷണത്തിൽ വിരുന്നുകാർക്ക് എത്ര വിശാലത ചെയ്തോ, എത്ര വിഭവങ്ങൾ ഉണ്ടാക്കിയോ, ആ വിഭവങ്ങളൊന്നും എന്തല്ല, അമിതത്തിൽ പെട്ടതല്ല, ഇസ്ലാം വിരുദ്ധമായതിൽ പെട്ടതല്ല എന്ന് മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു. ഇത് നബി എന്ന് പഠിച്ചുകൊണ്ട് പറയാ.
അപ്പൊ വിശാലം മന്തി ചോറുണ്ടാക്കാം, പിന്നെന്തുണ്ടാക്കാം, നെയ്ച്ചോറ്, ബിരിയാണി, മന്തി, പിന്നെ എന്തൊക്കെ ഒരുപാട് പേരുകളുണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ ഭക്ഷണത്തിൽ എന്തെല്ലാം വിഭവങ്ങൾ വിരുന്നുകാർക്ക് ഉണ്ടാക്കി കൊടുത്തോ അതൊന്നും എന്തല്ല, ഒരമിത ചെലവിൽപ്പെട്ടതല്ല. വഖദ് കാന മുജാഹിദുൻ റളിയല്ലാഹു തആല യഖൂൽ, ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു. എവിടെ? ഫീ ഖൗലിഹി തആല, അല്ലാഹുവിന്റെ വാക്കിൽ. എന്താ അല്ലാഹുവിന്റെ വാക്ക്? അല്ലാഹു ഇബ്രാഹീമൽ മുകറമീൻ എന്നുള്ള ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുജാഹിദ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ഇന്നമാ കാനു മുകറമീന, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് വന്ന വിരുന്നുകാരുണ്ടല്ലോ, അവര് ആദരിക്കപ്പെട്ടവരായിരുന്നു. എന്തുകൊണ്ട് ആദരിക്കപ്പെട്ടു? ലിഅന്ന ഖലീല അലൈഹിസ്സലാത്തു വസ്സലാം ഖദമു ബിനഫ്സി, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം തന്നെ ആ വിരുന്നുകാർക്ക് വേണ്ടുള്ള എല്ലാ സേവനം ചെയ്തു കൊടുത്തു. അതുകൊണ്ടാണ് മഹാനവറുകൾ ഇവിടെ വിരുന്നുകാരെ ആദരിക്കപ്പെട്ടവരാണെന്ന് ഖുർആൻ പറയാൻ കാരണമെന്ന് ആ വാക്കുദ്ധരിച്ച് അതിന് വ്യാഖ്യാനിച്ചു മുജാഹിദ് റളിയല്ലാഹു അൻഹു. അപ്പൊ എല്ലാ മഹാന്മാരും വിരുന്നുകാരെ സൽക്കരിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. നമ്മളും അങ്ങനെയൊക്കെ ചെയ്യണം. അതൊക്കെ തന്നെയാണ് ഈ മഹാന്മാരുടെ സ്വഭാവം.